ഏയ് നേരം എടുത്തറിഞ്ഞില്ലേ? ഇല്ല, കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് വെളുത്തുപോയതുപോലെ. അവിടെ ഇരുന്നേ, ഞാനൊരു സൂത്രം കാണിച്ചേട്ടെ. എന്താ? പറഞ്ഞേ കേൾക്കണോ? എനിക്ക് നാണോ? ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും? പിന്നെ ഞാനിത് മൈതാനത്തുണ്ട് ജോയിൻ ചെയ്യാൻ പോകല്ലേ. ഇതേ നമുക്ക് രണ്ടുപേർക്കും മാത്രം കേൾക്കാനുള്ളതാ, ആദ്യ രാത്രിയുടെ ഓർമ്മയ്ക്ക്. നാണില്ലല്ലോ. എന്തിനാ? ആ, എനിക്ക് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയെന്നറിയാം. ഒരു നോവല് വായിച്ചപ്പോഴാ. അന്നേ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു, എന്റെ ആദ്യ രാത്രിയുടെ സംഭാഷണങ്ങൾ ടേപ്പ് ചെയ്ത് വെക്കുന്നു. എന്തിനാന്നറിയാം? എന്തിനാ? വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കിത് ഇട്ട് കേൾക്കാൻ. വർഷങ്ങൾ കഴിയുന്നപ്പോഴാ നീ ഒരു കിഴവിയും ഞാൻ ഒരു കിഴവനും ആവുമ്പോ, അന്ന് നമ്മൾ രണ്ടുപേരും പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കും. നമ്മൾ എപ്പോഴാ വിനുവേട്ടന്റെ വീട്ടിൽ പോകുന്നത്? വിനുവേട്ടന്റെ വീട്ടിലേക്ക്? എറണാകുളത്ത്? എറണാകുളത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. വീട്ടിലറിഞ്ഞ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അവര് വേറെ ഏതാണ്ട് പെണ്ണെ നോക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാനും ബാബുവും കൂടെ സൂത്രത്തിൽ നമ്മുടെ കല്യാണം നടത്തിയല്ലേ. അപ്പൊ അച്ഛനോട് പറഞ്ഞല്ലോ, ആര് കല്യാണം കഴിച്ചാലും വിനുവേട്ടന്റെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാണെന്ന്. അയ്യോ, അതൊക്കെ ബാബു തട്ടിവിടുന്നതല്ലേ. അവൻ എന്നെ പോലൊന്നും അല്ല. മുഖത്ത് നോക്കി കള്ളം പറയാൻ യാതൊരു മടിയില്ല. ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എനിക്ക് വിനുവേട്ടന്റെ വീട്ടിൽ പോണം. ഇടി പെണ്ണെ, നീ ഇങ്ങോട്ട് നോക്കി. ഇതല്ലേ നമ്മുടെ വീട്. നമുക്ക് കുറച്ച് കഴിയുമ്പം ആ പുഴയോരത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു കൊച്ചു വീട് വെക്കണം. ഞാനില്ല അതിനൊന്നും. പിന്നെ എനിക്ക് വിനുവേട്ടന്റെ നാടാ ഇഷ്ടം. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണം. പോയിട്ട് പട്ടണത്തിലൊരു ജോലി വാങ്ങണം. എന്നിട്ട് നമുക്ക് അവിടെ കഴിയാം. നീ എന്താ ഈ പറയുന്നത്? ഭാരതത്തിന്റെ ആത്മാവ് എവിടാ നിനക്കറിയാം? എവിടെയായാലും ഈ നാട്ടുമ്പുറത്തും പോണം നമുക്ക്. അയ്യോ, അച്ഛൻ. നീ അത്തോക്കോ, ഞാൻ വിളിച്ചോളാം. ഈ കുടിലാണോ നിന്റെ താമസം? അല്ല, അച്ഛനും അമ്മയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. ബാബുവിനോട് നിന്നെയും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അവനെയും കണ്ടില്ല, നിന്നെയും കണ്ടില്ല. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മിസ്സിസ് തമ്പിയുടെ മകളുടെ കല്യാണക്കാര്യം പറയാനല്ലേ? ബാബു പറഞ്ഞു വിവരങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അതെന്താടാ? അതെ, നീ അന്നേ അച്ഛനും അമ്മയും ക്ഷമിക്കണം. ഇത് എന്റെ ഭാര്യയാ. അതെ, ഇതാണ് എന്റെ അച്ഛനും അമ്മയും. കല്യാണം കഴിക്കുന്നെങ്കിൽ അതൊരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നിങ്ങളോട് ആലോചിച്ചാൽ അത് നടക്കില്ലെന്നറിയാം. അതെ, അച്ഛൻ്റെ അമ്മയുടെ കാര്യം സംസാരിക്കും. നീ ഇവിടെ വാ, ഒരു കാര്യം പറയാനുണ്ട്. ശകനകുട്ടി, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ വിചാരിച്ച എന്നെ വിട്ട് അച്ഛൻ, എനിക്ക് അറിയാമെന്ന്. എന്റെ ഭാര്യയാണ്. നീ ഒരു ഗ്രാമസേവകൻ. എന്താ ഞാൻ എന്റെ കൊച്ചുകുട്ടിയെ പറ്റാണോ ഇത്? എന്നെ വിടാനാ പറഞ്ഞേ. ഒന്നും ചെയ്യരുത്. വിടാൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയാം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവിടെ വാ. എന്ത് കഷ്ടമാണ് അല്ല, ഒന്ന് പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. അച്ഛൻ വിടാനാ പറഞ്ഞേ. ഇങ്ങോട്ട് അമ്മേ, അച്ഛൻ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു. ഇപ്പൊ എന്തോ? അല്ല, ഞാനൊരു കാര്യം പറയാമാവോ? കാര്യം പറയാനല്ല, കാർ ഓടിക്കാനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, കൊച്ചമ്മ സാറും പറഞ്ഞതുപോലെ ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാറ്റസ് കയറും.
സമ്മതിച്ചില്ലെങ്കിൽ ബിൽ സാറിന്റെ മനസ്സിൽ വരും. ഇതിലേത് തകരുന്ന എളുപ്പം? ഇനി തകരുന്നത് തന്റെ തലയായിരിക്കും. പോടോ. ഒരു പെണ്ണിനെ കണ്ട തല നിവർത്തി നടക്കാത്തവൻ അവൻ എങ്ങനെ സംഭവിച്ചു? അല്ലോ, വിനയ സാറിന് ഇത്ര ഉശിരുണ്ടെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ ആ കുട്ടിയെ വീട്ടിൽ കയറ്റാണ്ടിരിക്കാൻ അമ്മയുടെ പരിപാടി. സാറിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അതിനെ എന്നെ കിട്ടിയിട്ട് വേണ്ടേ? ഞാനും അത് തന്നെ പറയണത്. വിട്ടുകൊടുക്കരുത് സാറേ. പ്രായപൂർത്തിയായ മക്കളോട് മര്യാദ ഒക്കെ വേണ്ടേ? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു കൊണ്ടല്ലോ. അമ്മയാണ് അച്ഛനാണെന്ന് ഞാൻ നോക്കൂല. കൈവയ്ക്കും ഞാൻ. ഇവർക്കൊന്നും അത്ര മര്യാദ കൊടുത്തിട്ട് കാര്യമില്ല സാറേ. ഞാൻ ആ സമയത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. ഡാഡിയും മമ്മിയും വലിയ ബുദ്ധി ഉപയോഗിച്ചതാ. ഏതായാലും അവരുടെ മകനായ എനിക്കും ആ ബുദ്ധി കുറച്ച് കിട്ടുമല്ലോ. ചേച്ചി ധൈര്യമായിരിക്കും, ഞാൻ എല്ലാം ശരിയാക്കാം. വരൂ. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഇത്? ഇതാണ് വീട്. ശങ്കരനാരെ, നിങ്ങൾ പോയാ മതി, ഞാൻ പുറത്ത് എവിടെയും ഇരുന്നോളാം. പേടിക്കാതിരിക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്, ഞാൻ മറന്നു പോകും. വല്ല വഴക്കോ വെക്കാനോ വേണ്ടി വരുമോ? ചിലപ്പോ. അയ്യോ, വഴക്കണേ ഞാൻ. താങ്കൾ വാടോ. ഇതിലും ഭേദം വല്ല ധർമ്മക്കാരും പിടിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. തന്തയെന്നും പറഞ്ഞ് നടക്കണു. വരൂ. എന്റെ ഭഗവാനെ, ഇത് വീടോ കൊട്ടാരവോ? ലക്ഷ്മി, എന്റെ തല കറങ്ങണം. അമ്മോനൊരു കാര്യം ചെയ്യും, ഇവിടെ എന്ത് നടന്നാലും അനങ്ങണ്ട, മിണ്ടാണ്ട് ഇവിടെ ഇരുന്നാ മതി. അപ്പൊ വല്ലതും നടക്കൂ? വല്ല അടിപിടി നടക്കുവോ മോനെ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ, അവിടെ എങ്ങാനും വയ്ക്കണോ അലവലാതി? തന്നെ കെട്ടി വലിച്ചുകൊണ്ട് വരാൻ പോയത് ആവത്തായല്ലോ. നമസ്കാരം. ചകരക്കുട്ടി, അല്ല, ഇതാര്? മമ്മിന്റെ അടി എവിടെ? മോളുണ്ട്. വിളിക്കൂ. അയ്യോ, എന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാം, വിളിക്കേ. ഇരുന്നോളൂ, ഇരുന്നോളൂ. ചേട്ടത്തിരിക്കൂ. ശരിക്കിരിക്കാം മാവാ. എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നത്? അതെ അതെ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകന്റെ ഭാര്യയാണ്. അവളെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാക്കാൻ വന്നതാ. നിങ്ങളാണോ പെണ്ണിന്റെ അച്ഛൻ? അല്ല, ഈ നിൽക്കുന്ന ആളാ. ഇത് അമ്മ, അമ്മ, അമ്മ. ചേച്ചി, കഴിഞ്ഞതെല്ലാം പോട്ടെ. ഒന്നുമില്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾ മാറി നിൽക്കൂ. ലക്ഷ്മി, ഇങ്ങോട്ട് പോര്, 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 പോര്. തന്റെ പേരെന്താ? നായർ. ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങളുടെ മകന്റെ കല്യാണം നടത്തുന്നത് ഇവിടുത്തെ മര്യാദയാ. അതിപ്പോ നിങ്ങളൊന്നും പറയണ്ട, കുട്ടിയുടെ അച്ഛൻ പറയട്ടെ. അയാൾ പറയില്ല. അയാൾക്ക് ദേഷ്യം വന്നാൽ ഇന്ന് വിറക്കേ ഉള്ളൂ. പിന്നെ വല്ല വെട്ടോ കുത്തോ വല്ല നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവരെ കൂട്ടിക്കൊണ്ടു നീയാണോടാ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു മമ്മി. ഇത് കണ്ടോ, എന്നെ ഇവിടെ തനിച്ചാക്കിട്ട് ഡാഡിയും മമ്മി വിനോദിനെ മാത്രം കൂട്ടിക്കൊണ്ടൊന്നില്ലേ. നാട്ടുകാരെന്നെ ഖരാവ് ചെയ്തു. എന്നിട്ട് അവര് തല്ലിയോ? തല്ലിയൊന്നോ? നേതാവ് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഈ പെൺകുട്ടിയെ നിങ്ങളുടെ മകന്റെ ഭാര്യയായി സ്വീകരിക്കുന്നോ ഇല്ലയോ? സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം. വരൂ കുട്ടി. അയ്യോ, നേതാവ് പോകരുത്. ഡാഡി ഒരു മമ്മിയോട് ഞാനും സംസാരിച്ചു നോക്കട്ടെ. എന്നാ വേഗോട്ടെ. മമ്മി, ഡാഡി ഒരു മിനിറ്റ്. ശങ്കരനായരെ, എനിക്കൊരു മൂത്രശങ്ക. സാരമില്ല. ലക്ഷ്മി, നമുക്ക് നമ്മുടെ വാസന തന്നെയായിരുന്നു ഭേദോട്ടോ. നാട്ടുകാരൊക്കെ ചേർന്ന് ജാതിയായിട്ട് ഇങ്ങോട്ട് വരാനിരുന്നതാ. ഞാൻ നേതാവിന്റെ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാ നേതാവ് മനസ്സ് മാറ്റിയത്. നാട്ടുമ്പുറം പണ്ടത്തെ നാട്ടുമ്പുറം ഒന്നല്ല ഇപ്പോ. എന്റെ അമ്മാവിന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഗർഭസത്യാഗ്രഹം നടന്നു. എന്റെ അമ്മോ, ഞാൻ പോലീസിന് ഫോൺ ചെയ്യാം. ഡാഡി എന്താണ് ഈ പറയുന്നത്? ജാഥ ഇവിടെ വരിക, പോലീസ് ലാത്തി ചാർജ് നടത്തുക, നാളെ പത്രത്തിൽ ന്യൂസ് വരിക, ഡാഡിയുടെ മമ്മിയുടെ സ്റ്റാറ്റസ് പിന്നെ എന്താകും? അയ്യോ, അത് വേണ്ട. ആരും അറിയാതെ കാര്യം ഇങ്ങനെ ഒതുക്കി കിട്ടിയാ മതി. മമ്മി, ഞാനൊരു വഴി പറയട്ടെ. തൽക്കാലം സന്തോഷം ഭാവിച്ച് പെണ്ണിനെ ഏറ്റെടുക്കുക, മറ്റുള്ളവർ പോട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. രണ്ടിലൊന്ന് ഉടനെ അറിയണം. അത് അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ. ഡാഡി വരൂ. ഡാഡിക്കും മമ്മിക്കും അവരെ അറിയിക്കാതെ കല്യാണം നടത്തിയുള്ള പ്രയാസമാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് വിഷമമുള്ളൂ. അതിന് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. വേണമെങ്കിൽ നാട്ടിലൊരു പൊതുയോഗം വിളിച്ചുകൂട്ടി പരസ്യമായി മാപ്പി ചോദിക്കാനും തയ്യാറാണ്. അതെ, അതൊന്നും വേണ്ട. കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായി.
വാ മോളെ. ചെല്ലുമോളെ, നിന്റെ അമ്മാവിയമ്മയാ. നിങ്ങളിവിടെ എങ്ങനെ എത്തി? മോനെ, എനിക്കും ഡാഡിക്കും രാധയെ വളരെ ഇഷ്ടപ്പെട്ടു. അതെ. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? ഓ, മനസ്സിനൊരു സമാധാനമായി. കൽപ്പന, രാധയെ അകത്തേക്ക് കൂട്ടിക്കൊള്ളൂ. വരൂ. ഇന്ന് മോളെ വരിക്കച്ചക്കയാ, അമ്മായിയമ്മയ്ക്ക് നാത്തൂനും കൊടുക്കൂ. ഞാൻ കൊണ്ടുവയ്ക്കാം. ആ മോളെ, ദാ പെട്ടി ഞാനെടുക്കാം. വരൂ, ചെല്ലുമോളെ. വിചാരിക്കുന്നേരെ നീ നമുക്കിറങ്ങാം. അല്ല, ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? എനിക്ക് എന്തായാലും പോണം. എന്റെ ഭാര്യയോടെ ഒറ്റയ്ക്കാം. എന്നാ ഞങ്ങളും വരാം. ചേട്ടൻ എന്തിനാ നാളെ പോകുന്നത്? ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഏതായാലും ചേട്ടത്തി ആദ്യമായി ഈ വീട്ടിൽ വന്നതല്ലേ? ഇവിടെ താമസമാക്കാനല്ലോ അവൾ വന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെ നാളെ അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി സൗകര്യം ഉള്ളപ്പോ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. ഓ, വരാം. ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ ചേച്ചി. ഈസി ആയിട്ട് എടുക്കാനോ? എന്നെ തോൽപ്പിച്ചു എന്നായിരിക്കും അവരുടെ വിചാരം. ഈ ലീല ആരാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. Then what is your plan? എന്റെ വിനു മിസ്സിസ് തമ്മിയുടെ മോളെ തന്നെ കല്യാണം കഴിക്കും. അപ്പോ ഈ കുട്ടിയോ? അവളെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. ഇതാ, ഇതിലേത് വേണമെങ്കിലും എടുത്തോളൂ. എന്താ ഇത്? നന്നായിട്ടില്ലേ? എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത്? പോയി ഇതൊക്കെ മാറ്റി വരൂ. എനിക്കിതാ ഇഷ്ടം. എനിക്കിതാ ഇഷ്ടം. നിന്റെ തലയ്ക്ക് വെട്ടാ? ഇതൊക്കെ ഇവിടുത്തെ പരിഷ്കാരി പെണ്ണുക്കെ ചേരൂ. എനിക്കിത് കാണുന്ന ദേഷ്യം. അപ്പൊ എന്റെ ഭാര്യ ഇങ്ങനെ തുടങ്ങിയ? കൽപ്പന പറഞ്ഞല്ലോ നന്നായിട്ടുണ്ടെന്ന്. അതവളാണോ തീരുമാനിക്കുക? എന്റെ ഭാര്യ വേഷത്തിലും ഭാവത്തിലും ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. 7 വെളുപ്പിനെ എണീറ്റ് കുളിച്ച്, മുടിയിൽ തുളസിക്കതിർ ചൂടി, നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട്, ചുണ്ടിൽ മന്ദഹാസവുമായി, ചുണ്ടത്തി ചായയൊക്കെ വാരിതേക്ക് ആരാ നിന്നോട് പറഞ്ഞേ? തൂത്തുളഞ്ഞ്. എനിക്കിതാ ഇഷ്ടം. രാധ, നിന്നേക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളതാണ് ഞാൻ. എന്നിട്ടാണ് ഈ പഴഞ്ചൻ സ്വഭാവം വെച്ച് നടക്കുന്നത്. സ്കൂളിൽ എന്റെ കൂടെ പഠിച്ചിരുന്ന വാസന്തി കണ്ടിട്ടുണ്ടോ? ഞാനെങ്ങനെ കാണാനാ? അവളുടെ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം ഒരു വരവ് വന്നു. മുടിയൊക്കെ വെട്ടി, മുട്ടുവരെയുള്ള ഉടുപ്പും ഇട്ട് കാണാൻ എന്ത് ചന്തമായിരുന്നു. തനി അശ്രീരായിരിക്കും. എന്തായാലും അവളുടെ ഭർത്താവിനെ പോലെ അല്ല ഞാൻ. ഏതായാലും കഴിഞ്ഞതൊക്കെ പോട്ടെ. നമ്മളമ്മ വെറുതെ വഴക്കിട്ട് സമയം കളയണ്ട. രാധ പോയി വേഷമൊക്കെ മാറ്റി വരൂ. എനിക്ക് കുറേയേറെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. മോളെ, നമുക്കൊരു സിനിമ കാണാൻ പോവാം. വേണ്ട വേണ്ട, ഞാൻ സിനിമ കാണാറില്ല. നിന്നോടല്ലോ, അവളോടല്ലേ ചോദിച്ചത്. ഇവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ഇവൻ വരില്ല. നമുക്ക് പോവാം മോളെ. അമ്മേ, രാധ വരുന്നില്ല. അമ്മ പോയിക്കോളൂ. എനിക്ക് സിനിമ കാണണം. നമുക്ക് പോവാനേ. വേണ്ടാത്തവരോട് എന്തിനാ നിർബന്ധിക്കാൻ പോകുന്നത്? നമുക്ക് പോവാം മോളെ. ദേ, നിനക്ക് പൊടിയരി കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് ആഹാരം കഴിച്ചിട്ട് വരും. വാ മോളെ. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. അല്ല, നീ അങ്ങോട്ടാ? വിനോട്ടിന്റെ മുറിയിലേക്ക്. അയ്യോ, അവൻ ഉറങ്ങിയിരിക്കില്ലേ? മോള് ചെന്നേ കൽപ്പനയുടെ മുറി കിടന്നു. അല്ല, അത് ദേ, ഉറക്കത്തിൽ എണിപ്പിച്ചല്ലേ അവന് ദേഷ്യം വരും. മോളെ, രാധയെ വിളിച്ചോണ്ടെന്ന് നിന്റെ മുറി കിടത്തിക്കോ. മോള് ചെല്ല്. ഗുഡ് നൈറ്റ്. വരൂ.
അതെ വാ പോ. എങ്ങോട്ട്? എങ്ങോട്ടെന്നാ? നാട്ടിലേക്ക് അല്ല എങ്ങോട്ടാ? ഞാനില്ല നാട്ടിലേക്ക്. പിന്നെ നമുക്കിവിടെ കഴിയാന്നേ. വിനേട്ടൻ ജോലി രാജിവെച്ചു വരൂ. ജോലി രാജിവെക്കാനോ? എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ട് പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. നീ എണീറ്റേ പോയി കുളിച്ച് ഈ വൃത്തിയായിട്ട് വേഷമൊക്കെ മാറ്റി വന്നേച്ചല്ലേ. ഞാൻ വരില്ല. എനിക്കാ നാട് ഇഷ്ടമല്ല. ഇടി കഴുത്, നിനക്ക് വല്ല വിവരമുണ്ടോ? ഇത് ഫുൾ എയർ കണ്ടീഷൻ മുറിയാണ്. ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ സുഖമാണ് നാട്ടിൻപുറത്ത് ആ തണുത്ത കാറ്റേറ്റിരിക്കുന്നത്. നിനക്കറിയോ, പ്രകൃതി സൗന്ദര്യത്തെക്കാൾ വലുതായി ലോകത്തൊരു സൗന്ദര്യവും ഇല്ല. ഇവിടുത്തെ പോലെ വല്ല സൗകര്യം അവിടെ ഉണ്ടോ? ജനിച്ചപ്പോ മുതൽ ഞാൻ ഈ ടൗണിലാണ് ജീവിച്ചത്. എനിക്കറിയാം ഇവിടുത്തെ സുഖവും അസുഖവും ഒക്കെ. എന്നാ ജനിച്ചപ്പോ മുതൽ ഞാൻ ജീവിക്കുന്ന നാട്ടിൻപുറത്തല്ലേ. ഈ പറയുന്ന ഒരു സുഖം ഞാനവിടെ കണ്ടിട്ടില്ല. കാണുന്ന എന്നും കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവർക്ക് അത് സാധിക്കില്ല. മനസ്സിലെ ഇത്തിരി കലാബോധവും വേണം. പച്ച പിടിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, നിറയെ ചെളിയും മണ്ണുമായിരിക്കും. മരക്കൊമ്പിലിരുന്ന് കൊക്കുരുമി കിന്നാരം പറയുന്ന കൊച്ചു കൊച്ചു കിളികൾ. എനിക്കവയെ കണ്ടാലേ കലിയ. പാടത്ത് വിത്ത് വെച്ചാ കാത്തു കെട്ടിയിരിക്കണം. കണ്ണു തെറ്റിയോ ഒക്കെ കൊത്തിക്കൊണ്ടു പോകും. ഓഹോ, അപ്പൊ നിനക്ക് പട്ടണ സ്വർഗം അല്ലേ? അതെ. പിന്നെ എന്താർത്ഥത്തിലാ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്? പട്ടണത്തിന് വന്നോണ്ട്. അപ്പൊ എന്നെയല്ല, നീ പട്ടണത്തെ കൂടുതൽ സ്നേഹിച്ചല്ലേ? പിന്നീട് എന്ത് ഉദ്ദേശിച്ച എന്നെ സ്നേഹിച്ചത്? അത് നീ ഒരു ശാലിനായ നാടൻ പെൺകുട്ടിയെന്ന് വിശ്വസിച്ചിട്ടാ. അപ്പൊ എന്നെക്കാ ഇഷ്ടം എന്റെ നാടിനല്ലേ? ഈ പെണ്ണുങ്ങൾ തർക്കുത്തരം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ വരുന്നില്ലയോ? ഇല്ല. ആലോചിച്ച് സംസാരിക്കണം. ഒന്ന് തീരുമാനിച്ചാൽ അത് മാറ്റുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പോവുക. അതെ, ഞാൻ അവസാനമായിട്ട് പറയാണ്. അത്രയ്ക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാ. ഭർത്താവ് പറയുന്നതിനപ്പുറം പറയുന്നത് നല്ല ഭാര്യയ്ക്ക് ചേർന്നല്ല. സാരില്ല. നിന്നെ വിളിക്കാനായിട്ട് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. വേണ്ട. വിനു, നീ എന്തിനാണ് വഴക്ക് പറയുന്നത്? അവളിവിടെ നിന്നോട്ടെ. മോളെ, നീ അകത്തേക്ക് പോ. ഇത്ര എളുപ്പം ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ലീവ് എടുത്ത് അവനെങ്ങാനും ഇവിടെ താമസിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. ഭാഗ്യം. ഇന്ന് തന്നെ മിസ് തമ്പിൾ വീട്ടിൽ ചെന്ന് കല്യാണം ഉറപ്പിക്കണം. പിന്നീട് അത് കുഴപ്പാവൂന്നാ എനിക്ക് സംശയം. ഈ പെൺകുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? ആ തന്റെയുടെ മുഖത്ത് കുറെ രൂപ എറിഞ്ഞു കൊടുത്താൽ മതി. വാലാട്ടിക്കൊണ്ടൊന്ന് എടുത്തോണ്ട് പോവും. അങ്ങനെയാണെങ്കിൽ അത് മാത്രം പോരാ. ഇവിടെ വന്ന് മോളെയും കൂട്ടിക്കൊണ്ടുപോയി ദൂരെ ഏതെങ്കിലും ബന്ധുവിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറയണം. അതെ അതെ. പക്ഷെ വിനുവിനോട് എന്ത് പറയും? അവൾ നമ്മുടെ ഡ്രൈവർ ശങ്കരൻകുട്ടിയോടുകൂടെ ഒളിച്ചൊളിപ്പെന്ന് പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനത് വിശ്വസിച്ചോളൂ. എന്നിട്ട് നമുക്ക് മറ്റേ കല്യാണക്കാരി എടുത്തിടാം. എന്നാ മിസ്സിസ് തമ്പിയെ വിളിച്ചു പറഞ്ഞോളൂ, ഉച്ച കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേട്ടനും ചേട്ടത്തിയും രണ്ടും രണ്ട് സ്വഭാവമാണ്. പക്ഷെ രണ്ടും പാവങ്ങളാ. ഇനി വരില്ല എന്ന് പറഞ്ഞല്ലേ പോയത്? ചേട്ടന്റെ വാക്ക് പറഞ്ഞാൽ പറഞ്ഞു തന്നെയാ. ബാബുട്ടാ, ഡാഡി മമ്മി മിസ്സസ് തമ്പിയുടെ വീട്ടിലേക്ക് പോകാൻ പോവാ. എന്തിനാ? വിനോട്ടിന് അവരുടെ മകളുമായി കല്യാണം ഉറപ്പിക്കാൻ. വാ